ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഈവനിങ് പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇതൊരു സ്പെഷ്യൽ പോഡ്കാസ്റ്റാണ്. അമേരിക്കൻ സ്റ്റോക്കുകളിലും ETF-കളിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയുള്ളൊരു പോഡ്കാസ്റ്റാണ്. ഇന്ന് നമ്മൾ ഓവറോൾ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഏഷ്യയിൽ ജാപ്പനീസ് മാർക്കറ്റുകൾ ഒഴികെ മറ്റെല്ലാ മാർക്കറ്റുകളും ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനീഷ്യലി നല്ല വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ക്ലോസിങ്ങിൽ എല്ലാ മാർക്കറ്റുകളും ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സൗത്ത് കൊറിയൻ ഇൻഡെക്സ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നു. മെമ്മറി സ്റ്റോക്കുകൾ സൗത്ത് കൊറിയയിലും അതുപോലെ തന്നെ ജപ്പാനിലൊക്കെ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം ഇന്ന് അമേരിക്കൻ ഇൻഡെക്സുകളെല്ലാം തന്നെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വീക്ക് ഓപ്പണിംഗ് ആണ്. യൂറോപ്പിലെ എല്ലാ ഇൻഡെക്സുകളും ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ലാറ്റിൻ അമേരിക്കയിലും മെജോറിറ്റി മാർക്കറ്റുകളും ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം അമേരിക്കയിലെ സ്ലൈറ്റ് വീക്ക്നെസ് ഉണ്ട്. ഒപ്പം നമ്മൾ ടെക്നോളജി സ്റ്റോക്കുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ AI റിലേറ്റഡ് സ്റ്റോക്കുകളൊക്കെ വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. NVIDIAയുടെ CEO ഇന്നലെ പറഞ്ഞിരിക്കുന്ന മാർവൽ ടെക്നോളജീസ് ഇൻകോർപ്പറേഷൻ, NVIDIA 3 മാസം മുമ്പ് സ്റ്റേക്ക് എടുത്തൊരു കമ്പനിയാണ്. ഇപ്പം $192 ബില്യൺ ആണ് എൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വരുന്നത്. അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത് 1 വർഷത്തിനുള്ളിൽ 2 വർഷത്തിനുള്ള മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $1 ട്രില്യൺ ആയിട്ട് മാറുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പം മാർവൽ ടെക്നോളജീസ് പ്രീ മാർക്കറ്റിൽ നല്ല രീതിയിൽ മുന്നേറിയിട്ടുണ്ട്. വീണ്ടും നല്ല രീതിയിൽ മുന്നേറാനുള്ള ചാൻസസ് തന്നെയാണ് കാണുന്നത്. NVIDIAക്ക് സ്റ്റേക്കുള്ള ഒരു ടെക്നോളജി കമ്പനിയാണ്. അതോടൊപ്പം തന്നെ മൈക്രോണിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി മറ്റ് സ്റ്റോക്കുകളായിട്ട് മെമ്മറി റിലേറ്റഡ് ചിപ്പ് റിലേറ്റഡ് സ്റ്റോക്കുകളായിട്ട് നോക്കുകയാണെങ്കിൽ ധാരാളം പോസിറ്റീവ് റിപ്പോർട്ടുള്ളൊരു കമ്പനിയാണ് മൈക്രോണും നല്ല രീതിയിൽ കറണ്ട് ലെവലിൽ നിന്നൊക്കെ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം നമ്മൾ NVIDIAയുടെ അനൗൺസ്മെൻറ്റ് ഇന്നലെ വന്നിരുന്നു. വേറ എന്ന് പറയുന്ന ഏജൻറ്റിക് AIക്ക് വേണ്ടിയുള്ള, അതായത് AI ഏജന്റിന് വേണ്ടിയുള്ള ഒരു CPU ലോഞ്ച് ചെയ്തിരുന്നു. ഈ CPU ഉപയോഗിച്ചുകൊണ്ട് സെർവേഴ്സ് ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട്. ഡെൽ ടെക്നോളജീസ്, അതുപോലെ തന്നെ സൂപ്പർ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് ഇൻകോർപ്പറേഷൻ, ഹ്യൂലറ്റ് പക്കാർഡ് എന്റർപ്രൈസസ് ഇൻകോർപ്പറേഷൻ. ഈ സ്റ്റോക്കുകളൊക്കെ വീണ്ടും നല്ല രീതിയിൽ മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. നമ്മൾ തീർച്ചയായിട്ടും ഇനി മുന്നോട്ട് നോക്കുമ്പോൾ നെക്സ്റ്റ് ജനറേഷൻ AI വിന്നേഴ്സിനെ വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഈ അനൗൺസ്മെൻറ്റിൻ്റെ ബേസിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ സൂപ്പർ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് ഇൻകോർപ്പറേഷൻ, അതുപോലെ തന്നെ ഹ്യൂലറ്റ് പക്കാർഡ് എന്റർപ്രൈസസ് ഇൻകോർപ്പറേഷൻ. ഈ സ്റ്റോക്കുകളൊക്കെയാണ് ഈ അനാലിസിസിൻ്റെ ബേസിൽ റെക്കമെൻഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഡെൽ ടെക്നോളജീസും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡെൽ ടെക്നോളജീസ് ഓൾറെഡി നല്ല രീതിയിൽ കഴിഞ്ഞ 1-1.5 ആഴ്ചയായിട്ട് മുന്നേറിയിട്ടൊരു സ്റ്റോക്കാണ്. എന്നിരുന്നാലും NVIDIAയുടെ അനൗൺസ്മെൻറ്റിൽ ഡെൽ ടെക്നോളജീനെ സംബന്ധിച്ചും പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. അപ്പോൾ ഈ 3 സ്റ്റോക്കുകളും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റേഴ്സിന്, അതായത് അമേരിക്കൻ സ്റ്റോക്കുകളിലും ETF-കളിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്കുകളാണ്. അതോടൊപ്പം തന്നെ NVIDIA, MediaTek, അതുപോലെ തന്നെ മാർക്ക് ചിപ്പ്, ഇത് PCകൾക്കും ലാപ്ടോപ്പുകൾക്കും വേണ്ടിയുള്ള ചിപ്പ് സെറ്റാണ്. ഈ CPU ഉപയോഗിച്ചുകൊണ്ട് ലാപ്ടോപ്പുകളും അതുപോലെ തന്നെ PCs ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ഡേയ്സ് ആണ് മുന്നിലുള്ളത്. കാരണം AI ഏജന്റുകൾക്കൊക്കെ ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു CPU ആണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ലാപ്ടോപ്പുകളും PCകളും ഉണ്ടാക്കുന്ന കമ്പനികൾ വീണ്ടും നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ HP ഇൻകോർപ്പറേഷനാണ് അമേരിക്കയിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ഇപ്പോഴത്തെ ലെവലിൽ നിന്ന്, കറണ്ട് ലെവലിൽ നിന്ന് നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ്. അതോടൊപ്പം തന്നെ NVIDIAയുടെ പുതിയ AI ഏജന്റിക് CPUവിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ARM ഹോൾഡിങ്സ്, ഈ കമ്പനി നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതുപോലെ തന്നെ അവരുടെ ഗൈഡൻസ് ഒക്കെ വളരെ മുമ്പ് തന്നെ മീറ്റ് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മിക്കവാറും ഈ സ്റ്റോക്കുകളൊക്കെ ബെറ്റർ ആയിട്ട് ഓപ്പൺ ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ. പക്ഷേ ഓവറോൾ സെന്റിമെന്റ് ഇന്ന് വീക്കായ കാരണം ഒരുപക്ഷെ അത്ര ഹയസ്റ്റ് ലെവലിൽ കോട്ട് ചെയ്യാനുള്ള സാധ്യതകളില്ല. അപ്പോൾ മാർക്കറ്റിൽ സെന്റിമെന്റ് വീക്കാണെങ്കിൽ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഒരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ വേണം എന്നുള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ 3 പുതിയ ETF-കൾ, ഇത്തരത്തിൽ നെക്സ്റ്റ് ജനറേഷൻ AI റിലേറ്റഡ് ETF-കൾ ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. QQJ, അതായത് ഇൻവെസ്കോ നാസ്ഡാക്ക് നെക്സ്റ്റ് ജനറേഷൻ 100 ETF ആണ്.
ഈ ETF അറൌണ്ട് 46-47 റേഞ്ചിലൊക്കെയാണ് ഡോളർ പെർ ETF ആണ് കോട്ട് ചെയ്യുന്നത്. ഈ ETF നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ SMH വാനിക് സെമി കണ്ടക്ടർ ETF ഉണ്ട്, $620 പ്രൈസ് വരുന്നത്. ഈ ETF നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ഇൻവെസ്കോ ട്രിപ്പിൾ ക്യൂ ട്രസ്റ്റ് ETF ഉണ്ട്, $742 വരുന്നത്. ഈ ETF നല്ല രീതിയിൽ മുന്നേറാം. നെക്സ്റ്റ് ജനറേഷൻ പോർട്ട്ഫോളിയോ ആണ് ഈ ETFകളിലുള്ള ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ETFകളും ഓപ്പൺ ചെയ്യുമ്പോൾ മാർക്കറ്റ് താഴെ വരുന്ന അവസരങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ETFകൾ ഓവർസീസ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന ETFകളാണ്. ഒപ്പം നമ്മൾ മുമ്പ് സജസ്റ്റ് ചെയ്തിട്ടുള്ള ETFകളുണ്ട്. ബോട്ട്സ് ഗ്ലോബൽ എക്സ് റോബോട്ടിക് AI ETF ഉണ്ട്. ഈ ETF കൺസിഡർ ചെയ്യാൻ. വീണ്ടും അതുപോലെ തന്നെ റൗണ്ട് ഹിൽ ഹ്യൂമനോയിഡ് റോബോട്ട് ETF ഉണ്ട്. ഈ ETF കൺസിഡർ ചെയ്യാം. കോയിഡ് ക്രെയിൻഷെയർ ഗ്ലോബൽ ഹ്യൂമനോയിഡ് ETF ഉണ്ട്. ഈ ETF ലോങ് റണ്ണിലേക്ക് കൺസിഡർ ചെയ്യാം. അതോടൊപ്പം തന്നെ AGIX ക്രെയിൻഷെയർ AI ആൻഡ് ടെക്നോളജി ETF ഉണ്ട്. ഈ ETFും കൺസിഡർ ചെയ്യാം. ഒപ്പം IVS റെഡ് ബുഷ് AI റെവല്യൂഷൻ ETF, ഈ ETFും കൺസിഡർ ചെയ്യാം. അതോടൊപ്പം തന്നെ ഡ്രോൺസ് റിലേറ്റഡ് ഒരു ETF നമ്മൾ മുമ്പ് സജസ്റ്റ് ചെയ്തത് DRNZ എന്ന് പറയുന്ന റെക്സ് ഡ്രോൺ ETF. അപ്പോൾ ഈ ETFകളൊക്കെ മാർക്കറ്റ് വോളാറ്റിലിറ്റിയിൽ താഴെ വരുന്ന അവസരങ്ങളിലും അതുപോലെ തന്നെ നെക്സ്റ്റ് ജനറേഷൻ AI റിലേറ്റഡ് അതുപോലെ തന്നെ നെക്സ്റ്റ് ജനറേഷൻ ടെക്നോളജി റിലേറ്റഡ് ETFകളാണ് ഈ ETFകളൊക്കെ. ഈ ETFകളൊക്കെ അമേരിക്കൻ മാർക്കറ്റിൽ വീക്ക്നെസ് വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അമേരിക്കൻ മാർക്കറ്റ് ഒരു ഓപ്പണിംഗ് വീക്കായിട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. വലിയ രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ഒന്നും തന്നെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. മറിച്ച് Q1 സീസൺ എൻഡ് ചെയ്യാണ്. Q1 സീസൺ എൻഡ് ചെയ്യുന്നതോട് കൂടിയിട്ടുള്ള ഒരു ഓവറോൾ റീ അസസ്മെന്റ് ഒക്കെ അമേരിക്കൻ മാർക്കറ്റിൽ വന്നേക്കാം. ഗോൾഡ്മാൻ സാക്സിന്റെ അസസ്മെന്റ് വന്നിട്ടുണ്ട്. മച്ച് ബെറ്റർ ദാൻ എക്സ്പെക്ടേഷൻസ് ആയിരുന്നു Q1 റിസൾട്ടുകൾ അമേരിക്കയിൽ. അതുകൊണ്ട് തന്നെ വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഗോൾഡ്മാൻ സാക്സ് ഒക്കെ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെതായ ഒരു ഇമ്പാക്ട് ലോങ് റണ്ണിലൊക്കെ അമേരിക്കൻ മാർക്കറ്റിന് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അതേസമയം ഗ്ലോബൽ ഇറാൻ ഇസ്രായേൽ അമേരിക്ക ഇഷ്യൂ സെറ്റിൽ ആവുകയാണെങ്കിൽ ഓവറോൾ ഒരു ബിഗ് ബാങ് റാലിയൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇന്ത്യനെ സംബന്ധിച്ച് മോർഗൻ സ്റ്റാൻലി പറഞ്ഞിരിക്കുന്നത് വേഴ്സ്റ്റ് സീംസ് ഓവർ ആണ്, നല്ല ഡേയ്സ് ആണ് ഹെഡ് എന്നുള്ള കാര്യമൊക്കെയാണ്. ഇതൊക്കെ ഇന്ത്യൻ മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസിനനുസരിച്ച് മാത്രമാണ് നമുക്ക് ഇന്ത്യയിൽ അതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇന്ന് അമേരിക്കൻ മാർക്കറ്റിൽ വാങ്ങാവുന്ന ടെക്നോളജി സ്റ്റോക്കുകളുടെ കാര്യമാണ് ഞാൻ ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത്തരത്തിലുള്ള സ്റ്റോക്കുകളും ETFകളും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂയിലേക്ക്, ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുമ്പോൾ 2 to 3 ഇയർ എന്നുള്ള രീതിയിൽ പോകുന്നതായിരിക്കും നല്ലത്. കാരണം നെക്സ്റ്റ് ജനറേഷൻ ടെക്നോളജിയാണ്. നല്ല രീതിയിൽ നല്ല വെൽത്ത് ക്രിയേഷൻ സാധ്യതയുള്ള സ്റ്റോക്കുകളും ETFകളൊക്കെ തന്നെയാണ്. നമ്മൾ ഈ ETFകളും സ്റ്റോക്കുകളൊക്കെ 5-6 മാസം മുമ്പ് തന്നെ സജസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളാണ്. ഇതൊക്കെ നല്ല രീതിയിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലോങ് റണ്ണിൽ ഇത്തരത്തിലുള്ള നീഷ് സെഗ്മെന്റിലുള്ള സ്റ്റോക്കുകൾ ഇന്ത്യയിലില്ല. അമേരിക്കയിൽ അതുപോലെ തന്നെ സൗത്ത് കൊറിയയിൽ ജപ്പാനിൽ ഈ രാജ്യങ്ങളിലൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ വാങ്ങാനുള്ള അവസരം ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീമിൽ കൂടെ നമുക്ക് അവൈലബിൾ ആണ്. ഇനിയും NSE INX ഇന്റർനാഷണൽ എക്സ്ചേഞ്ചിൽ കൂടെ വ്യാപാരം നടത്താനായിട്ട് ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് ഷെയർ വെൽത്ത് അവസരം ഒരുക്കിയിട്ടുണ്ട്. ആ എക്സ്ചേഞ്ചിൽ രജിസ്ട്രേഷൻ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഓവർസീസ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു വർഷം $2 ലക്ഷം പെർ ആന, അതായത് ഒരു വർഷത്തിൽ $2 ലക്ഷം വരെ നമുക്ക് ഓവർസീസ് ഇൻവെസ്റ്റ് ചെയ്യാം. ഷോർട്ട് ടൈമിൽ പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ, അതായത് ഒരു വർഷത്തിനുള്ള പ്രോഫിറ്റ് എടുത്ത് വരികയാണെങ്കിൽ ഇന്ത്യയിൽ തങ്ങളുടെ സ്ലാബ്, ഇൻകം ടാക്സ് സ്ലാബ് എത്രയാണോ അതിനനുസരിച്ച് ടാക്സ് കൊടുക്കേണ്ടി വരും. ലോങ് ടൈമിലേക്ക്, അതായത് ഒരു വർഷത്തിന് ശേഷമാണ് പ്രോഫിറ്റ് എടുത്ത് ഇന്ത്യയിലേക്ക് വീണ്ടും ആ എമൗണ്ട് തിരിച്ചു കൊണ്ടുവരാണെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ്റ്റ് ടാക്സ് മാത്രമേ ഉള്ളൂ. ഓവർസീസ് ടാക്സുകളൊന്നും തന്നെയില്ല. ഇതാണ് ഇതിൻ്റെ ബ്യൂട്ടി. റുപ്പി ഡിപ്രീസിയേഷൻ്റെ ബെനിഫിറ്റ് കിട്ടും. അതുപോലെ തന്നെ നീഷ് സെഗ്മെന്റിലുള്ള ETFകളും സ്റ്റോക്കുകളും നമുക്ക് വാങ്ങാനുള്ള അവസരം ലഭിക്കും. അപ്പോൾ വളരെ വയസ്സായിട്ട് ഇത്തരത്തിലുള്ള അവസരങ്ങളൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓവർസീസ് ഇൻവെസ്റ്റ്മെന്റ് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈവനിങ് പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.